നിങ്ങളുടെ മകളെ ഞാൻ പ്രേമിക്കുന്നു സാർ. അവൾക്ക് വേണ്ടി ചാവാൻ പോലും ഞാൻ തയ്യാറാണ് സാർ. അവളെ ആരെങ്കിലും ചെറുതായി ഒന്ന് നോവിച്ചാൽ അടിച്ച് ഞാൻ അവന്റെ കരണക്കുറ്റി അളക്കും. ആ നെഞ്ചുറപ്പ് മാത്രമാണ് സാർ എന്റെ ആദ്യമുള്ള സ്വത്ത്. അവളെ എന്നിൽ നിന്ന് മറത്തു മാറ്റാൻ ആ സാറിനോ മാടത്തിനോ കഴിയില്ല. ആ എത്ര ഗുണ്ടന്മാരെ വേണമെങ്കിലും വിട്ടോളൂ സാർ. എന്റെ കയ്യിലാകെയുള്ള കവിലമേ കത്തി തരൂ. മുരിങ്ങക്കൈയല്ല, എന്റെ കയ്യിലാകെയുള്ളത് ഈ കത്തിയാണ്. ഇനി എനിക്ക് ഈ കത്തി വേണ്ട സാർ. കത്തി പോയി, കാലം പോയി. എന്റെ ഏറ്റവും വലിയ ആയുധം എന്റെ പ്രേമമാണ് സാർ. എന്റെ പ്രേമം തൂണി ചരിയുന്ന കഴിഞ്ഞാൽ എന്നെ കൊണ്ടാൻ പറ്റും. നിങ്ങളുടെ ഇറങ്ങിയേ, എന്നിട്ട് ഞാൻ ചെയ്തതാണ് ചെയ്യാം. 8 വയസ്സുള്ള ചെറുക്കന് പള്ളിക്കുടത്തിൽ പോയി കാണിക്കാനുള്ളതാണോ നീ പറഞ്ഞു കൊടുക്കുന്നത്? ഗുണ്ട, പ്രേമം, കത്തി, എന്തെങ്കിലും നല്ലത് പഠിപ്പിച്ചു കൊടുത്തൂടാണ്. അമ്മയ്ക്ക് പ്രേമത്തെ കുറിച്ച് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. മോനി കത്തി കൊണ്ടാത്തോട്ട് മാമ കത്തിഞ്ഞോണ്ടോ? ഇത് ഇല്ലാത്ത അഭിനയം നിനക്ക്. ഒരു കാര്യം ചെയ്യും, കത്തിയിൽ ഈ മോനെ അകത്തുപോയി വേറെ എന്തെങ്കിലും സുനെടുത്തുണ്ടെന്ന് മാമൻ കാണിച്ചോരെന്ന് കാണിക്കേ, കേട്ടോടാ. ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഡയലോഗ്. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളിന്ന് വരട്ടെ. ചിരിക്കണ്ട മോനെ. മാമന്റെ മുഖത്തൊന്നും മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നാ പറയണത്? എടാ ഭാവം, അഹംഭാവം. നീ വായിച്ചു കൊടുത്താൽ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. നീ ആ ഡയലോഗ് പറയും. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. എടാ നീ ഒരു കാമുകനല്ലേ, നെഞ്ചങ്ങട്ട് വിരിയട്ടെ. മൊട്ടേന്ന് ഉരിയാത്ത ചെക്കൻ്റെ അടുത്തല്ലേ നെഞ്ചു വിരിക്കാൻ പറയണത്. ഡയലോഗ് പറയടാ. മാഡത്തിൽ നിന്ന് തന്നെ അർത്ഥം മാറ്റാൻ സാറിന് കഴിയൂല സാർ. ഈ കത്തി എനിക്ക് വേണ്ട സാർ. എനിക്ക് സമ്മാനം കിട്ടിയ പേന. എന്റെ അമ്മച്ചി. എടാ കുരുത്തം കേട്ടവനെ, നീ കത്തിക്കോരെ എന്റെ പേനാണോ എടുത്തോണ്ടേ? ഓടാ. അവന്റെ ഒരു മിമിക്രി മോണാക്കി. നിന്റെ അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ടേ കാണിച്ചാൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയാനെ. എടാ ഒരു പേന എന്നല്ലോ, അവൻ കൊച്ചല്ലേ. എനിക്ക് കിട്ടിയ സമ്മാനം അത്. എന്റെ കരിഷ്. ആരെ? അതൊന്നും നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി പെങ്ങളെ, അളിയനെ ഞാൻ മനസ്സിൽ തെണ്ടിന്ന് വിളിച്ചു. ബസുമതി ഭാർഗവൻ പേര് കേട്ടാ തോന്നും ഏതോ അപ്സരസാണെന്ന്. ബസുമതി. Life is like a dream. Row your boat gently down the stream. Merrily. We should teach that rascal a lesson. Guess who's the person I'm going to introduce now? Taran, the undefeated, the stylish, the brave, the smart champion of the street, the one and only the Shivankuti. Yes, my gladiator. എണ്ണ നാണം കെടുത്തോ? ഇല്ല. എണ്ണ ഇല്ല. അല്ല, നാണം കെടില്ല. ഇങ്ങനെ നടന്ന് ഓടാതെ. എന്താണ് കയ്യെത്താ ദൂരത്ത് കണ്ണും നട്ട് നീ ഇങ്ങനെ നോയിക്കൊണ്ട് നിന്നോ? അങ്ങേരെ നല്ല മിടുക്കി പെമ്പിള്ളേരെ കൊത്തിക്കൊണ്ടു പോകും. ആര്? നീ ദേവലോന്ന് കേട്ടിട്ടുണ്ടാ? അതുപോലെ ഒരെണ്ണം ഇവിടെയുണ്ട്. അവിടെ നിന്നേക്കാൾ നല്ല പേരുള്ള, നിന്നേക്കാൾ വെളുത്ത, നിന്നേക്കാൾ പൈസയുള്ള ചില ഉഗ്ര വിഷമുള്ള ചേച്ചിമാരുണ്ട്. കള്ളമല്ലടി. നീ പറ, നിന്റെ പേരൊന്ന് പറ. തങ്കി. നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു തങ്കി ഇപ്പുറത്ത്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സുന്ദരിയായ ഒരു ചേച്ചി അപ്പുറത്ത്. അപ്പഴേ പോയില്ലേ? ആ ചേച്ചിയുടെ പേരറിയോ? അറിയാം, പക്ഷെ അത് അങ്ങനെ ഇങ്ങനൊന്നും പറയാൻ പറ്റൂല. നിന്റെ പേര് തങ്കി, ആ ചേച്ചിയുടെ പേര് ഒരു സെക്കൻഡ്, കരിഷ്മ മേനോൻ. Hero number 1. Yes. ഇതെന്താ ശിവേട്ടാ? ഇങ്ങോട്ട് കയറ്റി വിടണ്ടേ? ഒരു ചെറിയ നമ്പർ.
തനിക്കുള്ള ചോറാന്നാ പറഞ്ഞേ. കൊള്ളൻ. ആ വൈറ്റില് 16 എഴുതിയ ടീഷർട്ട് കുറച്ചു നാളെ പറയണമെന്ന് വെച്ചതാ. ഭയങ്കര ശല്യം. വരും. മൈൻഡ് ചെയ്യണ്ട. പ്ലേയോണൈസ് കോംപ്ലക്സ്. സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഒന്ന് വിരട്ടിയാ മതി. The whole country is rotten with the hemoglobin in the atmosphere. According to Sigmund Freud, it's only transformation phase. Yeah. My name is Anthony Gonsalves. मैं इस दुनिया में अकेला हूँ. दिल भी है खाली, घर भी है खाली, इसमें रहेगी कोई किस्मत वाली. जिससे मेरी याद आए जब चाहे चले आए. ग्रुप में है प्रेम गली, गोली नंबर 420. ആരുടെ അപ്പൻ ആന്റണി ഗോൺസാൽവസ്? ഓ ഇയാളുടെ. Hey man, what are you doing? പതുക്കെ ഉള്ള ഇംഗ്ലീഷ് കൂടെ നീ പറഞ്ഞു നിർത്താ. അമേരിക്കയിൽ എന്തെങ്കിലും ആവശ്യം വന്ന ജോർജ് ബുഷ് എന്ത് ചെയ്യൂടെ? Hey, who are you man? എടാ തങ്കപ്പ തള്ള നീയാ. ഇപ്പഴും നിന്റെ അച്ഛൻ പണ്ട് വെള്ളിശാലയിൽ തട്ടെടുക്കുന്നപ്പോഴെ കുട്ടപ്പത്തല്ലേ? അങ്ങേര് മറ്റേ ബിസിനസ് ഒക്കെ നടത്തി കുറച്ച് കാശ് ഉണ്ടാക്കിയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. മോൻ ഇംഗ്ലീഷ് ഛർദിക്കാറായി അല്ലേ? ഇത് തൂക്കിട്ടാണോ വലിയ ബഹളം? പോയി അമ്മൂമ്മയുടെ റൗക്കിടാ. അമ്മേ ചൊറിയണു. ആരാ? അമ്മേ ചൊറിയണൂന്ന്. ആ റോസാപ്പൂവല്ല, മൊസാൻഡയുമല്ല. ഇതിന്റെ നറുമണം ഒളിപ്പിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല. അറബിയിൽ ഇതിന് അൽ ഖ്വയ്ദ ഹർക്കത്തുൽ അൻസർ എന്ന് പറയും. തനി മലയാളത്തിൽ ചൊറിയണം. നീയൊക്കെ പെമ്പിള്ളേരുടെ മുമ്പിൽ ഷൈൻ ചെയ്തോ, പക്ഷേ ചൊറിയരുത്. Read that, idiot. ലോക്കൽസിനോട് കളിക്കല്ലേ, ഇത് വെറും ട്രെയിലറ്. ഇവിടെ കിടന്ന് കൂടുതൽ വിളഞ്ഞ ഫുൾ പടം ഞാൻ ഇറക്കുവേ. Come on. പകുതി നാട്ടിക്കല്ലേ.